ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മമ്മൂട്ടി സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 15 സിനിമകളും അതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഡീറ്റെയിൽസും ബഡ്ജറ്റുമാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങളിലേക്ക് എത്തുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ആദ്യത്തെ മൂവി രാജമാണിക്യം. മമ്മൂട്ടിയുടെ കരിയറിലെ ഹിറ്റ് മൂവികളിലൊന്നായിരുന്നു രാജമാണിക്യം. വലിയ വീട്ടിൽ സിറാജ് നിർമ്മിച്ച് ടി.എ. ഷാഹിദ് രചനയും അൻവർ റഷീദ് സംവിധാനം ചെയ്ത ഈ മൂവി 2005 ഹിറ്റ് സിനിമകളിലൊന്നായിരുന്നു. ഇതിൽ മമ്മൂട്ടിയെ കൂടാതെ റഹ്മാൻ, മനോജ് കെച്ചൻ, രഞ്ജിത്ത്, ഭീമൻ രഘു എന്നിവർ പ്രധാന വേഷങ്ങളെത്തുന്നു. ഈ മൂവിയുടെ ബഡ്ജറ്റ് 2,30,00,000 ബോക്സ് ഓഫീസ് കളക്ഷൻ 25 കോടിയുമായിരുന്നു. അടുത്ത മൂവി ഉണ്ട. കൃഷ്ണൻ, സേതുകുമാർ എന്നിവർ ചേർന്ന് നിർമ്മിച്ച് ഖാലിദ് റഹ്മാൻ രചന സംവിധാനം നിർവഹിച്ചൊരു കോമഡി മൂവിയാണ് ഉണ്ട. ഇതിൽ മമ്മൂട്ടിയോടൊപ്പം ഷാം ടോം ചാക്കോ, ജേക്കബ് ജോർജ്, അർജുൻ അശോകൻ എന്നിവരും ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. ഒരു റിയൽ ഇൻസിഡൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ മൂവി നിർമ്മിച്ചിരിക്കുന്നത്. 2019 ഇറങ്ങിയ ഈ മൂവിയുടെ ബഡ്ജറ്റ് 12 കോടിയും ബോക്സ് ഓഫീസ് കളക്ഷൻ 25,40,00,000 അടുത്ത മൂവി 2020. ദിലീപ് നിർമ്മിച്ച് ഉദയകൃഷ്ണ, സിബി കെ തോമസ് എന്നിവരുടെ രചനയിൽ ജോഷി സംവിധാനം ചെയ്തൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് 2020. മമ്മൂട്ടിയെ കൂടാതെ മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ദിലീപ് എന്നിവരും ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. 2008 റിലീസ് ചെയ്ത ഈ മൂവി ഒരു ഹിറ്റ് സിനിമയായിരുന്നു. ഇതിന്റെ ബഡ്ജറ്റ് 1 കോടി രൂപയും ബോക്സ് ഓഫീസ് കളക്ഷൻ 32 കോടി രൂപയുമായിരുന്നു. അടുത്ത മൂവി CBI 5 ദ ബ്രെയിൻ. സ്വർഗചിത്ര അപ്പച്ചൻ നിർമ്മിച്ച് S.N. സ്വാമിയുടെ രചനയിൽ K. മധു സംവിധാനം ചെയ്തൊരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് CBI 5 ദ ബ്രെയിൻ. 2022 പുറത്തിറങ്ങിയ ഈ മൂവി ഒരു ഹിറ്റ് സിനിമയായിരുന്നു. മമ്മൂട്ടിയെ കൂടാതെ മുകേഷ്, ജഗതി ശ്രീകുമാർ എന്നിവർ ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. ഈ മൂവിയുടെ ബഡ്ജറ്റ് 18 കോടിയും ബോക്സ് ഓഫീസ് കളക്ഷൻ 33 കോടി 2 ലക്ഷവുമാണ്. അടുത്ത മൂവി ഷൈലോക്ക്. 2020 പുറത്തിറങ്ങിയ ഒരു സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു ഷൈലോക്ക്. ജോബി ജോർജ് നിർമ്മിച്ച് അനീഷ് ഹമീദ്, ബിപിൻ മോഹൻ എന്നിവരുടെ രചനയിൽ അജയ് വാസുദേവ് സംവിധാനം ചെയ്തൊരു കോമഡി മൂവിയാണ് ഷൈലോക്ക്. ഈ മൂവിയുടെ ബഡ്ജറ്റ് 14 കോടിയും ബോക്സ് ഓഫീസ് കളക്ഷൻ 50 കോടിയുമായിരുന്നു. അടുത്ത മൂവി റോഷാക്ക്. 2022 റിലീസ് ചെയ്ത ഈ മൂവി ഒരു ഹിറ്റ് സിനിമയായിരുന്നു. മമ്മൂട്ടി നിർമ്മിച്ച് സമീർ അബ്ദുള്ളിന്റെ രചനയിൽ നിസാം ബഷീർ സംവിധാനം ചെയ്തൊരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ് റോഷാക്ക്. ഈ മൂവിയുടെ ബഡ്ജറ്റ് 15 കോടിയും ബോക്സ് ഓഫീസ് കളക്ഷൻ 39 കോടി 13 ലക്ഷവുമായിരുന്നു. അടുത്ത മൂവി അബ്രഹാമിന്റെ സന്തതികൾ. TL ജോർജ്, ജോബി ജോർജ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച് ഹനീഫ് അദാനി രചനയും ഹനീഫ് അദാനി, ഷാജി പടോർ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്തൊരു മൂവിയാണ് അബ്രഹാമിന്റെ സന്തതികൾ. 2018 ഇറങ്ങിയ ഒരു ഹിറ്റ് സിനിമയായിരുന്നു അബ്രഹാമിന്റെ സന്തതികൾ. ഇതിന്റെ ബഡ്ജറ്റ് 10 കോടിയും ബോക്സ് ഓഫീസ് കളക്ഷൻ 40 കോടിയുമായിരുന്നു. അടുത്ത മൂവി പഴശ്ശിരാജ. ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് MT വാസുദേവൻ നായരുടെ രചനയിൽ ഹരിഹരൻ സംവിധാനം ചെയ്തൊരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ ഫിലിമാണ് പഴശ്ശിരാജ. 2009 റിലീസായ ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയാണ് പഴശ്ശിരാജ. ബഡ്ജറ്റ് 20 കോടിയും ബോക്സ് ഓഫീസ് കളക്ഷൻ 49 കോടിയുമായിരുന്നു. അടുത്ത മൂവി യാത്ര. വിജയ് ചില്ല, ഷാഹി ദേവി റെഡ്ഡി, ശിവ മേഘ എന്നിവർ ചേർന്ന് നിർമ്മിച്ച് മഹിവി രാഘവ് രചനയും സംവിധാനവും നിർവഹിച്ചൊരു മൂവിയാണ് യാത്ര. 2019 റിലീസ് ചെയ്ത ഈ തെലുങ്ക് മൂവി ഒരു ഏവറേജ് അഭിപ്രായമാണ് പ്രേക്ഷകരിൽ നിന്നും നേടിയത്. ഈ മൂവിയുടെ ബഡ്ജറ്റ് 12 കോടിയും ബോക്സ് ഓഫീസ് കളക്ഷൻ 28 കോടി 5 ലക്ഷവുമായിരുന്നു. അടുത്ത മൂവി മാമാങ്കം. 2019 റിലീസായ ഒരു ഫ്ലോപ്പ് മൂവിയായിരുന്നു മാമാങ്കം. വേണു കുന്നംപള്ളി നിർമ്മിച്ച് M. പത്മകുമാർ സംവിധാനം ചെയ്തൊരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ ഫിലിമാണ് മാമാങ്കം. ഈ മൂവിയുടെ ബഡ്ജറ്റ് 55 കോടിയും ബോക്സ് ഓഫീസ് കളക്ഷൻ 60 കോടിയുമായിരുന്നു. 2017 റിലീസായ ഒരു ഹിറ്റ് മൂവിയായിരുന്നു ഗ്രേറ്റ് ഫാദർ. പൃഥ്വിരാജ് സുകുമാരൻ, സന്തോഷ് ശിവൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച് ഹനീഫ് അദാനി രചനയും സംവിധാനം ചെയ്തൊരു മൂവിയാണ് ഗ്രേറ്റ് ഫാദർ. ഈ മൂവിയുടെ ബഡ്ജറ്റ് വെറും 6 കോടി മാത്രമായിരുന്നു. ഇതിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ 62 കോടിയായിരുന്നു. 2019 റിലീസ് ചെയ്ത ഒരു സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു ബ്രഹ്മയുഗം. രാഹുൽ സദാശിവൻ രചനയും സംവിധാനം നിർവഹിച്ച ഒരു ഹൊറർ ത്രില്ലർ മൂവിയായിരുന്നു ബ്രഹ്മയുഗം. ഈ മൂവിയുടെ ബഡ്ജറ്റ് 27 കോടി 73 ലക്ഷമായിരുന്നു. ഇതിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ 85 കോടിയുമായിരുന്നു. 2022 റിലീസ് ചെയ്തൊരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയായിരുന്നു ഭീഷ്മപർവം. അമൽ നീരദ് നിർമ്മിച്ച് അമൽ നീരദ്, ദേവദത്ത് ഷാജി, രവിശങ്കർ, RJ മുരുകൻ എന്നിവരുടെ രചനയിൽ അമൽ നീരദ് സംവിധാനം ചെയ്തൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ഭീഷ്മപർവം. ഈ മൂവിയുടെ ബഡ്ജറ്റ് 20 കോടിയും ബോക്സ് ഓഫീസ് കളക്ഷൻ 88 കോടിയുമായിരുന്നു. 2023 റിലീസ് ചെയ്തൊരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയായിരുന്നു കണ്ണൂർ സ്ക്വാഡ്. മമ്മൂട്ടി നിർമ്മിച്ച് മുഹമ്മദ് ഷാഫിയുടെ രചനയിൽ റോബി വർഗീസ് രാജ് സംവിധാനം ചെയ്തൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് കണ്ണൂർ സ്ക്വാഡ്. ഈ മൂവിയുടെ ബഡ്ജറ്റ് 32 കോടിയും ഇതിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ 100 കോടിയുമായിരുന്നു. ലാസ്റ്റ് മൂവി മധുരരാജ. 2019 റിലീസ് ചെയ്തൊരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയായിരുന്നു മധുരരാജ. ഉദയകൃഷ്ണ രചനയിൽ വൈശാഖ സംവിധാനം ചെയ്തൊരു ആക്ഷൻ കോമഡി ഫിലിമാണ് മധുരരാജ. ഈ മൂവിയുടെ ബഡ്ജറ്റ് 27 കോടിയും ബോക്സ് ഓഫീസ് കളക്ഷൻ 104 കോടിയുമായിരുന്നു. ഈ സിനിമകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്.